ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഒരു 8 മണിയാകുന്നു കേട്ടോ. 8 മണിയായി. കുഞ്ഞ് നേരത്തെ എണീറ്റു. ഞാൻ ദേ ഇപ്പോൾ എണീക്കുന്നേ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയായാൽ പിന്നെ എനിക്ക് എണീക്കാനേ തോന്നത്തില്ല കേട്ടോ. മൂടിപ്പൊതച്ച് കിടക്കാനാണ് തോന്നുന്നത്. പിന്നെ രാവിലെ എണീച്ച് ഫുഡൊക്കെ കഴിക്കണ്ടേ, കിടന്നാൽ മാത്രം മതിയോ. അങ്ങനെ കതവൊക്കെ തുറന്നു വെളിയിറങ്ങിയപ്പം ഭയങ്കര മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയി കിടക്കും. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ എണീക്കത്തുള്ളൂ കേട്ടോ. അവൻ പിന്നെ നേരത്തെ എണീറ്റോളും. പിന്നെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ കുറച്ചും കൂടെയൊക്കെ കിടന്ന് ഉറങ്ങും. പതുക്കെ എണീക്കത്തുള്ളൂ. ചിലപ്പം 7:30, 8, 8:30 ആ ടൈമൊക്കെ ആവും കേട്ടോ ഞാൻ എണീച്ച് വരുമ്പോഴത്തേക്കും. അതിനുശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പോകുന്നത് കേട്ടോ. ദോശയും കടലക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസൊക്കെ ഒന്ന് മാറുമല്ലോ. പിന്നെ ഇന്നലെ ഒരു മണ്ടത്തരം കാണിച്ചു കേട്ടോ. രാത്രി കിടന്നുറങ്ങിയതിന് ശേഷമാണ് കടല വെള്ളത്തിൽ ഇട്ടില്ലെന്ന് ഓർമ്മിച്ചത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ വന്ന് കിട്ടിയ പാത്രത്തിലെടുത്ത് കുറച്ച് കടല വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. രാവിലെ നോക്കിയപ്പോഴത്തേക്കും വെള്ളമില്ല, കടല മാത്രമേ ഉള്ളൂ. വെള്ളം കുറവായിരുന്നു. പിന്നെ എൻ്റെ പുത്രൻ എന്നെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് കേട്ടോ. എന്തൊക്കെ വാരി വലിച്ചിടാമെന്ന് ഓർത്താണ് അവൻ നിൽക്കുന്നത്. പിന്നെ സമയം കളയണ്ട, ഒന്നാമതേ ലേറ്റായിട്ടാണല്ലോ എണീറ്റത്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒന്നിട്ട് മാവൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കടലക്കറിയിലേ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സവാളയും ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കാം, ഇപ്പുറത്ത് എനിക്ക് എൻ്റെ പണി നടക്കാമല്ലോ, വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് ആദ്യമേ മാവൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ പാൻ അടുപ്പത്ത് വെച്ച് കേട്ടോ. അതിൽ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തൊരു പ്ലേറ്റും കൂടെ എടുത്ത് വെച്ചു കേട്ടോ. ദോശ ചുട്ട് അതിൽ വെക്കാമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ പ്ലേറ്റ് എടുത്ത് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ കവർ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കവർ പാലും കൂടെ എടുത്ത് കറക്റ്റ് അളവിലൊക്കെ ഞാനൊന്ന് ഒഴിച്ച് ചായപാത്രത്തിലോട്ട് മാറ്റുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യണ്ടല്ലോ. ദോശ ചുട്ടിട്ട് ആ പാത്രം മാറ്റുമ്പോഴേക്കും ആ അടുപ്പിലേക്ക് ചായയും കൂടെ ഇടാമെന്ന് കരുതി. പിന്നെ കുഞ്ഞിന് പാല് ഫസ്റ്റിങ് മാറ്റുന്നുണ്ട് കേട്ടോ. അവന് പാലാണ് അവന് കൊടുക്കുന്നത്. കവർ പാലാണ് എങ്കിലും ഞാൻ പാലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവന് കുറച്ച് കാച്ചിയിട്ട് അതിൽ നിന്ന് പാലങ്ങെടുത്ത് മാറ്റും. എന്നിട്ട് ബാക്കി ഞാൻ ചായ ഇടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം എന്തേ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ചായപാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് മാവ് കോരൊഴിച്ച് ദോശയും ചൂടാണ് കേട്ടോ. ദോശ എവിടെ പാകമാകട്ടെ, അപ്പോഴേക്കും നമുക്ക് കടൽക്കറിക്ക് വേണ്ട ഉള്ളിയും ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിച്ച് കഴുകി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനവിടെ എൻ്റെ പണി തുടങ്ങി കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തുമ്മുന്നുമുണ്ട്. ഉള്ളി അടുത്ത് കൂടെ പോകാൻ പോലും പറ്റില്ല, ഭയങ്കരമായിട്ട് കണ്ണ് നീറും. തൊലി കളയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ദോശ പാകമായി കേട്ടോ. അപ്പോൾ അത് മറിച്ചിടാൻ സമയമായി. അങ്ങനെ ഞാൻ മറിച്ചിട്ടിട്ട് വീണ്ടും വന്ന് എൻ്റെ കാര്യത്തിലോട്ട് കിടക്കാൻ കേട്ടോ. അപ്പോൾ ആൾ അടുത്ത് വന്നിരുന്ന് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നു. അവിടെ ഇരിക്കുന്ന വല്ലതും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ദോശമാവും കോരിയൊഴിച്ചു അതിൻ്റെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ എൻ്റെ രണ്ട് പണിയും ഒരേപോലെ നടക്കും കേട്ടോ. ദോശയും ചൂടാം, അതിൻ്റെ കൂടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ഞാനെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തിടാനായിട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങും ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അത് ദേ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലോട്ടൊന്ന് അരിഞ്ഞിടുകയാണ് കേട്ടോ. കുക്കറിലിട്ട് വിസിലേപ്പിച്ചെടുത്താൽ മതിയല്ലോ. 2 പച്ചമുളകും കൂടി കണ്ടിച്ചിടുന്നുണ്ട് കേട്ടോ. തക്കാളി ഇടുന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് കണ്ടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കുക്കറിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഓർമ്മിച്ചത് തക്കാളി ഇട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നീടാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ അത് കടല ഒന്ന് കഴുകി, വെള്ളക്കടലയാണ് കേട്ടോ, നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അടച്ച് വെച്ച് 5-6 വിസിൽ വെക്കണം കേട്ടോ. ഒരുപാട് വിസിൽ കേട്ടാൽ മാത്രമേ ഈ വെള്ളക്കടല വേവുള്ളൂ. അതുകൊണ്ട് 5-6 വിസിൽ വേപ്പിക്കണം. അപ്പോൾ ഈ കുക്കറൊക്കെ ഒന്ന് അടച്ച് അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ്. ആ സമയം നമ്മുടെ ദോശ കരിയാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളിപ്പോവും. അപ്പോൾ ഈ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ തന്നെ ഓഫ് ചെയ്തില്ല കേട്ടോ. അടുപ്പിൽ തന്നെ ചായക്കുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചായക്കും കൂടെ വയ്ക്കുകയാണ്. ഫസ്റ്റ് ഞാൻ പാലൊന്ന് കാച്ചി കുഞ്ഞിനുള്ള മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ചായ എടുക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ദോശയും റെഡി ആയിട്ടുണ്ട്. ആ സമയം ഈ കുഞ്ഞുള്ളിയും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കടുക് വറുത്തിടണമല്ലോ. അപ്പോൾ അരിഞ്ഞ് അതും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് നിന്ന സമയം ഇപ്പോൾ പാല് പൊങ്ങി കളഞ്ഞാനായിട്ടോ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് തീയൊന്ന് ലോ ആക്കുന്നുണ്ട്. അപ്പോൾ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞിന് വേണ്ട പാല് ഞാനെടുത്ത് മാറ്റി ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാണ് കേട്ടോ. എനിക്ക് 1 കപ്പ് മതിയല്ലോ ചായ. അപ്പോൾ ഞാൻ എൻ്റെ കപ്പാണ് കേട്ടോ പിങ്ക്. അപ്പോൾ എൻ്റെ കപ്പിലോട്ട് ആ 1 ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പാല് കുഞ്ഞിനൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പാല് തിരിച്ച് അതിൽ തന്നെ എടുത്ത് ഒഴിച്ചിട്ട് ഞാൻ ചായ ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അതിൽ കൂടെ തന്നെ തേയിലയും പഞ്ചസാരയും കൂടെ ഒന്നിട്ട് അപ്പോൾ അതവിടെ കിടന്ന് തിളയ്ക്കുമല്ലോ.
അങ്ങനത്തെ പാലും റെഡിയായി, ചായയും റെഡിയായി. പിന്നെ കുക്കറിൽ നമ്മുടെ കടല അവിടെ. അപ്പോൾ ഞാൻ ചായ അരിച്ചൊഴിക്കുന്ന സമയം കുഞ്ഞിനൊരു മുട്ട വാട്ടാൻ വെക്കുകയാണ് കേട്ടോ. വാട്ടി കുറച്ച് കുരുമുളക് ഉപ്പും കൂടി ഇട്ടാണ് അവനെന്നും കൊടുക്കുന്നത് കേട്ടോ. മറന്നു പോയില്ലെങ്കിൽ എന്നും ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ മറന്നു പോകും. അപ്പം ഞാൻ അതും ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച്, വെള്ളം തിളച്ചതിന് ശേഷമാണ് ആ സമയത്ത് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കടലയിൽ നിന്ന് വിസിൽ കേട്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് വേണ്ട പാല് ഞാനൊന്ന് ചായപാത്രത്തിൽ തന്നെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് വെച്ചു, അതവിടെ ഇരുന്ന് തണുക്കുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇതേ വെള്ളം ചൂടായി കേട്ടോ. ഞാനതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, തിളച്ച് വന്നപ്പോഴത്തേക്കും മുട്ട പൊട്ടി കേട്ടോ. ഭാഗ്യത്തിന് അതൊന്നും പുറത്ത് വീണില്ല, പൊട്ടിയെങ്കിലും പുറത്ത് വെള്ളത്തിലൊന്നും ആയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആയപ്പോഴേക്കും ഞാനൊരു കുഞ്ഞു കിണ്ണത്തിലോട്ട് മുട്ട മാറ്റി വയ്ക്കുകയാണ്. പിന്നെ കടല അവിടെ കിടന്ന് വിസിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും കുഞ്ഞൊന്ന് ഫ്രഷ് ആകുമെന്ന് കരുതി ബാത്റൂമിലോട്ട് പോവുകയാണ്. എനിക്കും പല്ലൊക്കെ തേക്കണം, അവനും തേപ്പിച്ച് ഫ്രഷാക്കി എടുക്കണം കേട്ടോ. അവനും ഇട്ടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മേലൊക്കെ കഴുകി സെറ്റ് ചെയ്ത് ഞാന്തേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവനതങ്ങനെ എടുത്തേക്കണം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് കേട്ടോ. അതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അങ്ങനെ എടുത്തിരിക്കണം കണ്ടപ്പോൾ. അങ്ങനെ ദേ വന്ന് ഞാൻ നോക്കുകയാണ്. കണ്ണാടിയുടെ മുമ്പിലുള്ള കുറച്ച് പ്രഹസനം കേട്ടോ, ഞാനും കുഞ്ഞായിട്ടുള്ള. പിന്നെ ഞാനും പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അവനിഞ്ഞും ദേഹമൊക്കെ കഴുകി. അവനൊരു പാൻറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും സ്പ്രേ അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തു കേട്ടോ. അവൻ്റെ സന്തോഷമല്ലേ നമുക്കും വലുത്. അങ്ങനെ സ്പ്രേ അടിച്ചു കൊടുത്തു. പിന്നെ ഉടുപ്പ് ഇപ്പം ഇടത്തില്ല, കാരണം ഫുഡ് കഴിക്കുമ്പോൾ അതിലൊക്കെ ആക്കുമല്ലോ. അങ്ങനെ ഞാൻ വന്ന് നോക്കി കടല എന്തായി എന്ന് നോക്കിയിട്ട്. അപ്പോൾ നല്ലപോലെ കടല വെന്തിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കടുവറുത്ത മസാലയൊക്കെ ഇടണമല്ലോ. ആ സമയം ഞാൻ അതിൽ കുറച്ച് അധികമായിട്ടുള്ള വെള്ളം ഞാനൊന്നൊരു കപ്പിലോട്ട് മാറ്റി വെച്ചോട്ട്. നമുക്കത് ആവശ്യം വരും, അതുകൊണ്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. കുഞ്ഞിനും കൊടുക്കുന്നില്ലേ, അപ്പം കടല, പിന്നെ ഞാനും കടല നല്ല ഉടച്ചാണ് കേട്ടോ കഴിക്കുന്നത്. കടലയും ഉരുളക്കിഴങ്ങും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി, ഒരുപാടങ്ങ് ഉടച്ച് കളയത്തില്ല, എങ്കിലും അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉടച്ച് പിന്നെ അടുപ്പിൽ കടുക് വറുക്കാനായിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കേട്ടോ. കടുക് ഞാൻ കുറച്ച് തോനെ ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന കുഞ്ഞുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ തക്കാളി ഇടാൻ മറന്നുപോയ കാര്യം. അപ്പോഴത്തെ തക്കാളിയും കൂടെ അരിഞ്ഞ് അതിൽ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് പിന്നെ നമ്മൾ മസാലയൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമല്ലോ. അപ്പോഴത്തെ ആവശ്യമായ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇല്ല കേട്ടോ, കാരണം നമ്മൾ കടലയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൊടിക്കാത്ത ഗരം മസാല ഇല്ലേ, പൊടിക്കാത്ത ഗരം മസാലയും ഞാൻ ചേർത്തു. പിന്നെ ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ അതിലോട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ മസാല ഞാൻ ഇതിലൊക്കെ ചേർക്കും കേട്ടോ, എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുത്ത് നമുക്ക് കടലയിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാവേ. പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന കടലയിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമില്ല, അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും മാത്രമേ കറക്റ്റ് പാകമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ ഇളക്കിയെടുത്തു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പൊന്ന് കുറവുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനുള്ള രാവിലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടലക്കറി റെഡിയായി, ദോശയും റെഡിയായി, പിന്നെ ചായ ഇട്ടു, കുഞ്ഞിന് പാലും കാച്ചി വെച്ചു. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഫസ്റ്റ് കുഞ്ഞിനാണ് കേട്ടോ കൊടുക്കുന്നത്, ഒരുപാട് ലേറ്റായല്ലോ. അപ്പം അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദോശയും കുറച്ച് കറിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനതേ കാച്ചി വെച്ച പാലും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ തണുത്ത് നന്നായിട്ട് ഇരിപ്പുണ്ട്, അതും കൂടെ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലും ദോശയും കറിയും കൂടെ ആയിട്ടാണ് കൊടുക്കുന്നത്. അവന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് ടൈം വേണം കേട്ടോ അവന് ഫുഡ് കൊടുക്കാനായിട്ട്. ഒന്നും കഴിക്കില്ല, ഇങ്ങനെ ഓടും. ദേ കണ്ടില്ലേ, പൂച്ചയുടെ വിറക്കെ ഓടുന്നു. അപ്പോൾ പുറത്തൊക്കെ നിന്ന് അതും ഇതൊക്കെ കാണിച്ചൊക്കെ കൊടുത്താണ് ഇങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കഴിക്കുന്നത്. പിന്നെ ഉടുപ്പിടാത്ത വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ പാലൊക്കെ ഉടുപ്പിൽ കൂടെ ഒഴിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം കഴിച്ച് കഴിഞ്ഞ് വായൊക്കെ കഴുകി കൊടുത്തിട്ട് മാത്രമാണ് ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഡ്രസ്സുമേ പിടിച്ച് തൂങ്ങി ഓടി അവിടെ ചെന്ന് വീണു കേട്ടോ. വീണ് കാല് നന്നായിട്ട് നൊന്തെന്ന് തോന്നുന്നു. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു കാല് തടവി കൊടുക്കാനായിട്ട്. പിന്നെ തടവി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ ആവും കേട്ടോ. തടവി കൊടുത്തില്ലെങ്കിൽ പിന്നെ അതുവരെ കാലെന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ കാക്ക വന്നപ്പോൾ അതിൻ്റെ പിറക്കെ ഓടുന്നു കേട്ടോ. മെറ്റിലെല്ലാം പിറക്കി കാക്കയെ ഓട്ടിച്ച് അതിൻ്റെ പിറക്കെ പോവാണേ. പിന്നെ എന്ത് ചെയ്യുക, എനിക്ക് കൂടെ ഓടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. പിന്നെ അത് അവന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കസേര ഇരുന്ന് ഇവിടെയാണ് കേട്ടോ എൻ്റെ ഫുഡ് കഴിക്കുന്ന പ്ലേസ്. അപ്പം ചായ അവിടെ ജനലിൽ വെച്ചിട്ട് ടേബിളും കാര്യങ്ങളൊന്നും
ഒന്നും ഇല്ലല്ലോ. അപ്പം ചായ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കസേര ഇരുന്ന് ഇവിടെ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ആൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ റൂമിൽ കയറി ഫാനിടും, ലൈറ്റിടും, ഓഫ് ചെയ്യും. അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വന്ന് ഇരുന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ടേ. ഒന്നും കഴിക്കില്ല, കാരണം അവൻ കഴിച്ചല്ലോ. പിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതും ഇതൊക്കെ തൊട്ട് നോക്കി അങ്ങനെ വന്ന് നിൽക്കും. പിന്നെ എരിവും ഉണ്ട്. അപ്പം അവൻ്റെ അതിൽ കൈയിടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ സമ്മതിക്കുന്നില്ല കൈയിടാനായിട്ട്. വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ തുടർന്നു. പിന്നെ ഞാൻ പറഞ്ഞു അകത്ത് പോകും, ഫാൻ ഓഫ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് പോയേക്കാണ് കേട്ടോ ആൾ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള കേട്ടോ എൻ്റെ രാവിലത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാമേ.